ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീൻസ് മിൻറ്റ് കറി ഉണ്ടാക്കാം. അതിന് ആദ്യം ഒരു 20 ബീൻസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. 1 കപ്പ് തേങ്ങ വേണം, 2 പച്ചമുളക്, ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിയണം, 2 തൊണ്ടൻ മുളക് വേണം, 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, മല്ലിയിലയും പുതിനയിലയും ശകലം എടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് മിക്സി ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിയില, പച്ചമുളക്, തേങ്ങ, ഇത്രയും നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത മസാല അവിടെ ഉണ്ട്. ഇനി പാൻ അടുപ്പിൽ വയ്ക്കുക. ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം നമുക്ക് പട്ട, ബേ ലീവ്സ്, ഗ്രാമ്പ് ഇടാം. ഇതിനെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉള്ളിയാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. പകുതി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീൻസ് ചേർക്കാം. ബീൻസ് ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തൊണ്ടൻ മുളക് കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. കണ്ടോ, കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കണം. അടച്ച് വെച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ബീൻസ് നന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങയും മിൻറ്റും അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ചേർക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കണം. 1 നുള്ളി ഏലക്കപ്പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം. മിക്സി ജാറ് കഴുകി 1/2 ഗ്ലാസ് കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ആ മസാലയുടെ മണമൊക്കെ മാറണം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച് ആറിയ പാല് ചേർക്കണം. പശുവിൻ്റെ പാല് ചേർത്താലും മതി. മിൽമ പാലായാലും നല്ലതാണ്. 1/2 ഗ്ലാസ് മതി. ശകലം മല്ലിയില ഇടാം. നല്ല അടിപൊളി കറി റെഡിയായി.